രാഷ്ട്രീയ വൃത്തത്തിലേക്ക് സ്വാഗതം. ഇന്നത്തോടുകൂടി കേരളത്തിലെ മത്സര ചിത്രം വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന ദിവസം ഇന്നായിരുന്നു. ഇന്ന് മഞ്ചേശ്വരത്തെ SDPI സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കൽ കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. അനന്ത, SDPI സ്ഥാനാർത്ഥി KM അഷ്റഫ് അദ്ദേഹം സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു. അത് പുതിയ തരത്തിൽ ഒരു പ്രശ്നമായിട്ട് മഞ്ചേശ്വരത്ത് നിന്ന് ഉയർന്നു വരികയാണ്. ഇത് മഞ്ചേശ്വരത്തെ തെരഞ്ഞെടുപ്പിന് എങ്ങനെയാണ്, എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്? മഞ്ചേശ്വരത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തുണ്ടായാലും ഒരു ഇമ്പാക്റ്റാണ് അതിനകത്ത്. ശരിക്കും പറഞ്ഞാൽ മറ്റേ ചിത്രശലഭത്തിൻ്റെ ചിറക് എഫക്റ്റ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള നീക്കങ്ങളും അവിടെ അത് പ്രതിഫലിക്കും. മാത്രമല്ല, എനിക്ക് തോന്നുന്നത് SDPIയുടെ ഞാൻ വിലയിരുത്തുന്നത് അത് ടോട്ടലൊരു ഡ്രാമ അതിൻ്റെ പിന്നിലുണ്ടോ എന്നുള്ളതാണ്. SDPI അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, അവിടെ നിന്ന് SDPI പിൻവലിക്കുന്നു. ഇത് ശരിക്കും UDF SDPI ഡീൽ ഇപ്പം ഉണ്ടോ എന്ന് സംശയിക്കാവുന്ന രീതിയിൽ BJPക്ക് അങ്ങനെ ആരോപിക്കാവുന്ന രീതിയിലുള്ള ഒരു നീക്കമാണ്. സുരേന്ദ്രൻ സ്ഥാനാർത്ഥി അത്തരത്തിലൊരു ഡീൽ ഉണ്ട് എന്നുള്ളത് ഉന്നയിച്ചു കഴിഞ്ഞു. അതാ പറഞ്ഞ ആ ഒരു ആരോപണത്തിന് ബലം നൽകുന്ന ഒരു നീക്കമാണ് SDPI ഇന്ന് ചെയ്തത്. ഇപ്പോൾ SDPIയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന ആൾ തന്നെ ചോദിച്ചത് BJP പേടിച്ചിനി നോമിനേഷൻ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ബംഗ്ലാദേശിൽ പോയി നിന്ന് മത്സരിക്കണമെന്നാണ് അവർ ചോദിക്കുന്നത്. അവിടെ SIR അവിടെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അപ്പോൾ എങ്ങനെയാണ് ഇപ്പം മത ബേസിൽ എത്ര വോട്ട് ചേർന്നു എന്നുള്ള കണക്കൊന്നും ഔദ്യോഗികമായിട്ട് പുറത്തു വന്നിട്ടില്ല. പക്ഷേ കഴിഞ്ഞ 2 തവണയും സുരേന്ദ്രൻ്റെ പരാജയം എന്ന് പറയുന്നത് വളരെ തുച്ഛമായ വോട്ടിനാണ്. ഒരു തവണ 100 വോട്ടിൽ താഴെയാണ്, കഴിഞ്ഞ തവണ 700 ചില്ലുവാനമാണ്, 1000 വോട്ട്. അതെ 745. അപ്പോൾ അവിടെ ഇത്തവണ SIRൽ എന്ത് സംഭവിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാകും അവിടെ ജയപരാജയങ്ങൾ നിർണ്ണയിക്കാൻ പോകുന്നത്. അതിനകത്തൊരു വ്യക്തതയുണ്ടോ? അത് 2 തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, മതന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ അധികമായി ചേർക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ SIRുമായിട്ട് ബന്ധപ്പെട്ട പല രീതിയിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. നിങ്ങളുടെ പൗരത്വം ചോദ്യം ചെയ്യപ്പെടാം ഇതിനകത്ത് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ എന്നുള്ള രീതിയിൽ വരെയും വാർത്തകളുണ്ടായിരുന്നു. അതുകൊണ്ട് മതന്യൂനപക്ഷങ്ങളുടെ പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ അധികമായി എല്ലാവരും എന്ന് വെച്ചാൽ ഇല്ലാത്ത വോട്ടുകളല്ല, ഉള്ള വോട്ടുകൾ മൊത്തത്തിൽ ചേർത്തു എന്ന് പറയുന്ന ഒരു കാര്യം മഞ്ചേശ്വരത്ത് നിന്ന് കേട്ടു. രണ്ടാമത്തെ ഒരു കാര്യം, ഈ കന്നഡ വോട്ടുകൾ ഒരുപാട് ഇരട്ട വോട്ടുകൾ, അതായത് കർണാടകയിലും കേരളത്തിലുമായിട്ടുണ്ടായിരുന്ന ഒരുപക്ഷെ BJPക്ക് കിട്ടാമായിരുന്ന വോട്ടുകൾ കുറെ വെട്ടിപ്പോയി എന്നുള്ളതും പറയുന്നുണ്ട്. ആരുടെ ഭാഗത്തു നിന്നാണ് വോട്ട് അധികമായിട്ട് ചേർക്കപ്പെട്ടത് എന്നുള്ളത് സംബന്ധിച്ച് ഒരു ആശയക്കുഴപ്പമുണ്ട്. മാത്രമല്ല, SIRന്റെ പ്രോസസ്സ് നടക്കുമ്പോൾ മുസ്ലിം ഭൂരിപക്ഷ വാർഡുകളിൽ നിന്ന് വലിയൊരു ഒരു മൂവ്മെന്റ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ചെയ്തു. നേരത്തെ രാജേട്ടൻ പറഞ്ഞതുപോലെ ഈ 2 കർണാടകത്തിലും കേരളത്തിലുമുള്ള വോട്ടുകൾ നീക്കം ചെയ്യപ്പെട്ടു. പക്ഷേ അങ്ങനെ വന്നാലും BJP ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് ഒരു പക്ഷേ മഞ്ചേശ്വരത്ത് നിർണായകമാകുന്ന മറ്റൊരു വിഭാഗത്തിൻ്റെ വോട്ടുണ്ട്, പ്രവാസികളുടെ വോട്ട്. ഈ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്ക് ഗൾഫ് മേഖലയിൽ നിന്നൊക്കെ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തുന്ന ലീഗ്, മുസ്ലിം ലീഗും UDFും കോൺഗ്രസും കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. ഇത്തവണ പശ്ചിമേഷ്യയിലെ യുദ്ധവും ഒക്കെ ആയിട്ട് അതിൻ്റെ എണ്ണം കുറയും. അത് നമുക്കറിയാമല്ലോ, തുച്ഛമായ വോട്ടുകളുടെ ബലാബലത്തിലാണ് അവിടെ ജയപരാജയങ്ങൾ നിർണ്ണയിക്കപ്പെടുന്നത്. എനിക്ക് തോന്നുന്നത് ഇത്തവണ ആ ഫാക്ടറും കൂടെ പരിഗണിക്കുമ്പോൾ BJPക്ക് സുരേന്ദ്രന് കഷ്ടിച്ച് രക്ഷപ്പെടാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവിടെ ഇപ്പോൾ ഉണ്ണി കാസർഗോഡ് ജില്ലക്കാരനാണ്. മഞ്ചേശ്വരത്തെ കാര്യത്തിൽ ഇപ്പോൾ KM അഷ്റഫ് SDPI സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു. സംസ്ഥാന നേതൃത്വം ഇടപെട്ടാണ് പിൻവലിപ്പിച്ചതെന്ന് പറയുന്നു. പക്ഷേ ആ ഒരു കാര്യത്തിൽ KM അഷ്റഫ് തന്നെ അതൃപ്തനാണ്, അസംതൃപ്തനാണ്. എന്തിന് അങ്ങനെ ഇടപെട്ട് പിൻവലിപ്പിച്ചു എന്നുള്ളതാണ് KM അഷ്റഫ് ചോദിക്കുന്ന ഒരു ചോദ്യം. സംസ്ഥാന നേതൃത്വത്തിൻ്റെ പിൻവലിക്കാനുള്ള അല്ലെങ്കിൽ ആവശ്യത്തോട് ശരിക്കും പറഞ്ഞാൽ KM അഷ്റഫ് പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ കുറച്ച് SDPI വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ KM അഷ്റഫിനെ കൊണ്ട് പറ്റുമോ? അങ്ങനെ മഞ്ചേശ്വരത്തെ ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഫലത്തെ സ്വാധീനിക്കാൻ KM അഷ്റഫിന്റെ സാന്നിധ്യം കൊണ്ട് പറ്റുമോ? അതിൽ ഡ്രാമ സംശയിക്കേണ്ടതില്ല. കാരണം SDPIയുടെ ലക്ഷ്യം മുസ്ലിം ലീഗിനെ തോൽപ്പിക്കുക എന്നത് തന്നെയായിരുന്നു. കാരണം SDPI അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ BJP ജയിക്കുന്ന സാഹചര്യത്തിനോട് SDPI യോജിപ്പാണോ? അപ്പം അല്ലല്ല, അതൊരു മറ്റൊരു വിഷയമാണ്. SDPIക്ക് മുന്നിലുള്ള വിഷയം എന്താണ്? SDPIക്ക് രാഷ്ട്രീയ വളർച്ച ഉണ്ടാകുക എന്നുള്ളതാണ്. അതിന് തടസ്സമാരാണ്? KM അഷ്റഫും മുസ്ലിം ലീഗുമാണ് തടസ്സം. അവിടെ മുസ്ലിം ലീഗിൻ്റെ ഒരു കോട്ടയാണ് മഞ്ചേശ്വരം പഞ്ചായത്ത്. കുറെ കാലമായി ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ്. അവിടെ മുസ്ലിം ലീഗിന് വെല്ലുവിളി ഉയർത്തുന്നത് സത്യത്തിൽ BJP അല്ല. അവരുടെ വോട്ട് ബേസിൽ കയറി കളിക്കുന്നത് SDPI ആണ്. SDPI ആണ് 2020 ലോക്കൽ ബോഡി ഇലക്ഷനിൽ SDPI ഉണ്ടാക്കിയ ഒരു വിശാല സഖ്യമാണ് മുസ്ലിം ലീഗിനെതിരെ അവിടെ ഫൈറ്റ് ചെയ്തതും. മുസ്ലിം ലീഗ് ചരിത്രത്തിലാദ്യമായി മഞ്ചേശ്വരം പഞ്ചായത്തിൻ്റെ ഭരണത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. ഒരു കോൺഗ്രസിൻ്റെ സ്വതന്ത്ര വന്നിട്ട് അവിടെ പഞ്ചായത്തിൻ്റെ ഭരണം കൈയാളുന്നു. അതിനെയൊക്കെ 2025 ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ KM അഷ്റഫിൻ്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗ് അടിച്ച്
ഫിനിഷ് ചെയ്തു SDPI ഫിനിഷ് ചെയ്തു. പിന്നെ മഞ്ചേശ്വരം പഞ്ചായത്തിൽ നിന്ന് അവർ ഔട്ടാക്കി. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് SDPIയുടെ ഒരു അംഗത്തെ പോലും ഇല്ലാത്ത വിധം അവിടെ SDPI അവർ നിലംപരിശാക്കി. അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ഒരു രാഷ്ട്രീയ വളർച്ച SDPIക്ക് ആവശ്യമുണ്ട്. അവർക്ക് ഫൈറ്റ് ചെയ്യേണ്ടത് മുസ്ലിം ലീഗിനോടാണ്. അതുകൊണ്ടാണ് അവർ അവിടെ സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നത്. ഇപ്പോൾ സംഭവിച്ചത് വിശാലമായി നേരത്തെ പറഞ്ഞതുപോലെ ആരാണ് വലിയ ശത്രു, അങ്ങനെയാണെങ്കിൽ BJPയെ മാറ്റി നിർത്താൻ ഒന്നിച്ച് നിൽക്കേണ്ടതല്ലേ എന്ന് സംസ്ഥാന നേതൃത്വം കരുതുന്നു. സംസ്ഥാന നേതൃത്വത്തിന്റെ താല്പര്യമാണ് അവിടെ വന്നത്. അതിൽ ജില്ലാ ഘടകത്തിനുൾപ്പെടെ അവിടുത്തെ പ്രാദേശിക ഘടകത്തിനുൾപ്പെടെ എതിർപ്പുണ്ട്. അത് ചിലപ്പോൾ വോട്ടിങ്ങിൽ പ്രതിഫലിക്കുകയും ചെയ്യും. അല്ല, അതിനകത്തുള്ള പ്രശ്നം ഇപ്പോൾ ഉണ്ണി പറഞ്ഞതുപോലെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, പുത്തിക, ഓർക്കാടി, കുമ്പള തുടങ്ങിയ മംഗൽപാടി തുടങ്ങിയ പ്രദേശങ്ങളിൽ SDPIക്ക് സ്വാധീനം ഉണ്ടായിരുന്ന മേഖലകളിലേക്ക് കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ AK അഷ്റഫിന്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗിന്റെ കടന്നുകയറ്റം ഉണ്ടാകുകയും വോട്ട് പിടിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് ഈ ശരിക്കും പറഞ്ഞ KM അഷ്റഫും AK അഷ്റഫും തമ്മിലുള്ള വ്യക്തിപരമായ രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ടാകും. അതാണ് ഈ AK അഷ്റഫിനെതിരെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ KM അഷ്റഫ് SDPI ഒരുപക്ഷെ സംസ്ഥാന നേതൃത്വത്തിന് താല്പര്യമില്ലാതിരുന്നിട്ട് കൂടി അവിടെ സ്ഥാനാർത്ഥിയായത്. അത് മാത്രമല്ല, നമ്മൾ കേരളത്തിന്റെ മൊത്തം ഇതെടുത്താലും ഈ കർണാടകയിൽ SDPI പ്രധാന ശക്തിയാണല്ലോ. കേരളത്തിൽ അത്രത്തോളം ശക്തമായിട്ടില്ല. പക്ഷേ കർണാടകയോട് ചേർന്ന് നിൽക്കുന്ന മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിലൊക്കെ SDPI ഒരു ശക്തി തന്നെയാണ്. അവർക്ക് ഇനിയും വളരണമെങ്കിൽ മുസ്ലിം ലീഗ് തളരണം. അതൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. മുസ്ലിം ലീഗിന് നിലനിൽക്കണമെങ്കിൽ SDPIനെ അവിടെ നേരിടുകയും വേണം. അവർ തമ്മിലൊരു പോരാട്ടം അവിടെ നടക്കുന്നു. അവിടെ BJPയെ തോൽപ്പിക്കുക എന്നുള്ളതാണോ SDPIക്ക് സ്വന്തമായി അവിടെ വളരുക? ഇതാണ് ഏറ്റവും വലിയ ഇപ്പോഴുള്ള അവരുടെ വെല്ലുവിളി. അത് സംസ്ഥാന നേതൃത്വത്തിന്റെ താല്പര്യം. BJP ആണ് ഏറ്റവും വലിയ ശത്രു, അവർക്കെതിരെ നിൽക്കണമെന്നതാണ്. ഇപ്പോൾ പൊതുവെ നേരത്തെ അനന്തം സൂചിപ്പിച്ചതുപോലെയുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ, UDFന്റെ ആവശ്യങ്ങൾ ഒക്കെ അതിന് മുന്നിൽ വന്നിട്ടുണ്ടാകാം. പക്ഷേ രാഷ്ട്രീയമായി അവരുടെ നിലനിൽപ്പിന്റെയും വിജയത്തിന്റെ ആവശ്യം മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്തുക എന്നതാണ്. ഇനിയിപ്പോൾ ഈ സംസ്ഥാന നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിന്റെ പുറത്ത് മറ്റു ബാഹ്യ ഇടപെടൽ, അതായത് UDFന്റെ മറ്റ് കക്ഷികളോ കോൺഗ്രസിന്റെ ഇടപെടലോ ലീഗിന്റെ ഇടപെടലോ ഒന്നുമില്ലാതെയാണ് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കലിന് പിന്നിൽ UDFന്റെ താല്പര്യമുണ്ട്. അല്ല, അങ്ങനെ വരുമ്പോഴാണല്ലോ ഡീൽ. ഇപ്പൊ നോക്കൂ, ഇപ്പം വാമനപുരത്ത് പ്രത്യക്ഷത്തിൽ പറയുന്നില്ലെങ്കിലും ഇടതുമുന്നണി അവിടെ SDPI സ്ഥാനാർത്ഥി വരാത്തതിനെ വിമർശിക്കുന്നുണ്ട്. അവിടെ അതിനകത്ത് UDF SDPI ഒരു ഡീലുണ്ട് എന്ന് വളരെ പരോക്ഷമായി ഇടതുപക്ഷം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ സംസ്ഥാനമെമ്പാടും SDPI UDF ഡീല് ഉണ്ടോ എന്നുള്ള സംശയം ഇപ്പോൾ മഞ്ചേശ്വരത്തെ ഡ്രാമയും കൂടെ വരുമ്പോൾ ബലപ്പെടും. അത് BJP ഉന്നയിക്കുന്നത് അതിന്റെ ഒരു തെളിവായിട്ടാണല്ലോ. മാത്രമല്ല, ഈ പ്രാദേശിക തർക്കത്തിന്റെ പേരിൽ ഇനി സ്ഥാനാർത്ഥി SDPIയുടെ സ്ഥാനാർത്ഥി നോമിനേഷൻ പിൻവലിച്ചെങ്കിലും ലീഗുമായിട്ട് ഇപ്പോൾ അവിടെ പ്രാദേശികമായ ഉള്ള രാഷ്ട്രീയ ബലാബലത്തിന്റെ തർക്കം അത് വോട്ടിംഗ് പാറ്റേണിൽ പ്രതിഫലിക്കുമോ? അവിടെ ലീഗിന് തന്നെ അല്ലെങ്കിൽ പിന്നെ UDFന് തന്നെ SDPI പ്രവർത്തകർ വോട്ട് ചെയ്യുമോ? അവരുടെ വോട്ട് എങ്ങോട്ട് പോകും? അങ്ങനെ മാറിയാൽ ഈ പറയുന്ന പോലെ ഡീലില്ല എന്ന് പറയാം. അല്ല, വോട്ടിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ആദ്യം മുതൽ കുറേ കാലം മുതൽ തന്നെ 2006 മുതൽ BJP 2ാം സ്ഥാനത്ത് നിൽക്കുന്ന കാര്യമാണ്. അപ്പോൾ UDFുമായി ഒരു ഡീലുണ്ട് അവിടെ SDPI സ്ഥാനാർത്ഥിക്ക് എന്ന് ഏത് ബേസിസിൽ പറയാൻ പറ്റും? കാരണം അവിടെ നിലവിൽ 6 സ്ഥാനാർത്ഥികൾ, 6 മുസ്ലിം കാൻഡിഡേറ്റ്സ് ഉണ്ട്. അതിൽ 3 പേരുടെ പേര് അഷ്റഫ് എന്നാണ്. ഈ പറയുന്ന ഈ KM അഷ്റഫിന്റെ നേരത്തെ മത്സരിച്ച സമയത്തെ പേര് അഷ്റഫ് ബഡാജെ എന്നായിരുന്നു. അപ്പോൾ അത് KM അഷ്റഫ് ആക്കി ഇത്തവണ വരും. അപ്പോൾ അഷ്റഫ് എന്നുള്ള പേര് മാത്രമാണ് ഇത്തവണ കാൻഡിഡേറ്റ് ആവാനുള്ള മാനദണ്ഡം. പോസ്റ്റർ അടിച്ച് 89 വോട്ടാണ്. 89 വോട്ടിനാണ് K സുരേന്ദ്രൻ കഴിഞ്ഞ തവണ, അതിന് മുൻപ് തവണ തോറ്റത്. 89 ഓരോ അഷ്റഫുമാരും 10 വീട് അല്ലെങ്കിൽ 50 വീതം വോട്ട് പിടിച്ചാൽ ആര് ജയിക്കും? K സുരേന്ദ്രൻ ജയിക്കും. സിമ്പിൾ അല്ലേ ആ കണക്ക്? ഇവിടെ BJP വളർന്നത് UDFന്റെ വോട്ടോ അല്ലെങ്കിൽ ലീഗിന്റെ വോട്ടോ പിടിച്ചല്ല. 2006 39% ഉണ്ടായിരുന്നു അവിടെ CPM. 2021 എത്തുമ്പോൾ 23% CPM ഉള്ളൂ. CPM ഇത്തവണ അവിടുത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് മുന്നോട്ട് വെച്ച ആളെയല്ല അവിടെ മത്സരിപ്പിക്കാൻ. അവിടെ ഒരു ജനകീയനായ നേതാവല്ല ജയാനന്ദൻ. അപ്പം അവിടെ എന്തുകൊണ്ട് അങ്ങനെ UDFുമായി ഒരു ഡീല് ഈ SDPIക്ക് ഉണ്ടെന്ന് ആരോപിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമല്ല. അത് മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ SDPI എന്തുകൊണ്ട് വേങ്ങരയിൽ ഒരു സ്ഥാനാർത്ഥി എത്തിയില്ല? 39 ഇടത്ത് SDPIക്ക് സ്ഥാനാർത്ഥികളുണ്ട് തവണ തെരഞ്ഞെടുപ്പിൽ. വേങ്ങരയിൽ അവർക്ക് നല്ല വോട്ട് ബേസ് ഉണ്ട്, 10,000-ലധികം വോട്ടുണ്ട്, നേടിയിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് SDPI വേങ്ങരയിൽ നിർത്തിയില്ല, ഇവിടെ മാത്രം? അത് എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള മറ്റെല്ലാ മണ്ഡലങ്ങളെക്കാളും മഞ്ചേശ്വരത്തെ ഒരു പ്രാദേശിക വിഷയമാണ്. കഴിഞ്ഞ തവണ ബ്ലോക്കിൽ ഒരു SDPIക്ക് ഒരു പ്രതിനിധി ഉണ്ടായിരുന്നു. ആ പ്രതിനിധിയെ തോൽപ്പിച്ചത് ലീഗ് ചേർന്നാണ്. അതിനെ കൊണ്ടൊരു പ്രാദേശികമായ പൊളിറ്റിക്സ് ആണ് അവിടെ മുസ്ലിം ലീഗിനെതിരെ വർക്ക് ചെയ്തിരിക്കുന്നത്. അല്ലാതെ BJPയുമായി അല്ലാതെ UDFുമായി മാത്രമല്ല ഞാൻ പറയുന്നത്, ഞാൻ അതിനോടാണ് UDFുമായി ഒരു ഡീൽ ഉണ്ട് എന്ന് പറയുന്നതിൽ കണക്കുകളും പൊരുത്തപ്പെടുന്നില്ല. ഇപ്പം ഈ പറഞ്ഞ പോലെ K സുരേന്ദ്രൻ ഒരു ടഫ് ഫൈറ്റ് ആണ് അവിടെ. AKM അഷ്റഫിന് ജയിക്കണമെങ്കിൽ K സുരേന്ദ്രനെയാണ് തോൽപ്പിക്കേണ്ടത്. K സുരേന്ദ്രന് കേരളത്തിൽ ഏത്
മണ്ഡലത്തിൽ, നിയമം ഒഴിച്ച ബാക്കി ഏത് മണ്ഡലത്തിൽ വേണമെങ്കിലും മത്സരിക്കാൻ കഴിയുന്ന നേതാവാണ്. എന്തുകൊണ്ട് മഞ്ചേശ്വരം തന്നെ പിക്ക് ചെയ്തു? ഇത് 10ാം തവണയാണെന്ന് തോന്നുന്നു കെ സുരേന്ദ്രൻ മത്സരം. അപ്പോൾ മഞ്ചേശ്വരത്ത് അത്രയും പ്രതീക്ഷയുണ്ട്. ഈ പറഞ്ഞതുപോലെ ക്ലിയർ ആയി 4 തവണ മഞ്ചേശ്വരത്താണ്. അപ്പോൾ ഇത്തവണയും മഞ്ചേശ്വരം എന്തുകൊണ്ട്? അത് ഇതുകൊണ്ടാണ് 80 വോട്ട് പിടിക്കാൻ പറ്റും ഈ കാൻഡിഡേറ്റ്സിന് വരും. ഞാൻ പറഞ്ഞ പോലെ മൂന്ന് അവിടെ 2 ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളുണ്ട്. അവിടെ ക്രിസ്ത്യൻ വോട്ടുകൾ താരതമ്യേന വളരെ കുറവാണ്. ഈ പറഞ്ഞ പോലെ മുസ്ലിം കാൻഡിഡേറ്റ്സ് വോട്ട് സ്പ്ലിറ്റ് ചെയ്യും. അവരൊക്കെ കെ സുരേന്ദ്രന് വേണ്ടി വോട്ട് കട്ടറായി മാറും എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. പ്രാദേശികമായ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള തർക്കമൊന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഒരു വിഷയമല്ല. അത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ സാധാരണയായിട്ട് SDP ഒക്കെ മുസ്ലിം ലീഗുമായിട്ട് എതിരിടും, സ്വാഭാവികമാണ്. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നത് SDP സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഇടപെടൽ തന്നെയാണല്ലോ ഈ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നത്. അവിടെ BJPയുടെ പരാജയം അവർ കാക്ഷിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിപ്പോൾ ഒരു വോട്ടും അതിനകത്ത് ഭിന്നിപ്പുണ്ടാകരുത് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത്. അവിടുത്തെ പ്രാദേശികമായിട്ട് അവർക്ക് അതിനോട് ഈ KM അഷ്റഫ് പൂർണ്ണമായിട്ട് യോജിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ല, അത് മാത്രമല്ല, ഇതിൽ ഈ പറയുന്നതിലൊരു പ്രശ്നം എന്താ പറയുക, UDFനോട് ഡീൽ എന്ന് പറയുന്നുണ്ടല്ലോ. SDPക്ക് UDFനോട് അങ്ങനെ ഒരു ആഭിമുഖ്യമൊന്നും രാഷ്ട്രീയമായി ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മാത്രമല്ല, ഈ UDFും പിന്നെ മുസ്ലിം ലീഗൊക്കെ മുന്നോട്ട് വെക്കുന്ന വിശാല മുസ്ലിം ഐക്യം എന്ന ഒരു കൺസെപ്റ്റിലാണല്ലോ ഇപ്പോൾ അവർ മുന്നോട്ട് പോകുന്നത്. അതിനോട് തന്നെ SDPക്ക് വിയോജിപ്പാണ്. SDPയുടെ ആരും അതിൽ ഇപ്പോൾ വെൽഫെയർ പാർട്ടി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി പിന്തുണക്കുന്ന ജമാഅത്ത് ഇസ്ലാമി ചേർന്ന് നിൽക്കുന്ന UDF സംവിധാനത്തിനോടൊപ്പം SDPI ഇല്ല. അവർക്ക് കൃത്യമായി അതുണ്ട്. കേരളത്തിൽ അവരില്ല. കേരളത്തിൽ അവർക്ക് വളർച്ചയ്ക്ക് സാധ്യതയുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഈ വിശാല പ്ലാറ്റ്ഫോമിൽ അവരില്ല. അതുകൊണ്ട് അവർക്ക് ഓരോ ഇടത്തും കൃത്യമായ തീരുമാനങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം UDFനെ സംബന്ധിച്ച ഡീൽ ഇപ്പോൾ വേങ്ങരയിലെ സ്ഥാനാർത്ഥി അതൊക്കെ അവരുടെ തീരുമാനങ്ങളായിരിക്കാം. ചിലപ്പോൾ രാഷ്ട്രീയമായി ഓരോ മണ്ഡലത്തിൽ അവർക്ക് ഓരോ തീരുമാനങ്ങളുണ്ടാവും. ഇപ്പൊ SDP-യുടെ നിലപാടിനെ നമ്മൾ മഞ്ചേശ്വരം മണ്ഡലത്തിൽ മാത്രം നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ ഈ KM അഷ്റഫ് മത്സരരംഗത്ത് നിന്ന് പിന്മാറിയാലും KM അഷ്റഫിനെ സ്വാധീനിക്കാൻ കഴിയുന്ന വോട്ടുകളും UDFന് തന്നെ കിട്ടുമോ, അതോ അവിടെ മരവിക്കപ്പെടുവോ, അതോ മുസ്ലിം ലീഗിന് എതിരായിട്ട് പോകും? അത് കേഡർ വോട്ടുകളിൽ ഒരു ധാരണ ഉണ്ടാവും. SDPയെ സംബന്ധിച്ച് നമ്മളൊരു ധാരണ പ്രതീക്ഷിക്കണം. ഞാനിപ്പോഴും വിചാരിക്കുന്നു മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്തുക എന്നത് തന്നെയാണ് അവരുടെ മഞ്ചേശ്വരത്തെ മുസ്ലിം ലീഗിനെ മഞ്ചേശ്വരത്തെ SDPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പിന്റെയും വിജയത്തിന്റെയും ആവശ്യം അവിടെ ലീഗ് പരാജയപ്പെടുക എന്നത് തന്നെയാണ്. BJP സ്ഥാനാർത്ഥി ജയിച്ചാലും SDPക്ക് പ്രശ്നമില്ല എന്നാണ് SDPക്ക് വളരാം. BJP ജയിച്ചാലും SDPക്ക് വളരാം. BJP സ്ഥാനാർത്ഥി അവിടെ ജയിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. SDP രമേശ്, പിന്നെ എന്തിനാണ് ഈ KM അഷ്റഫ് സ്ഥാനാർത്ഥിത്വവുമായിട്ട് മുന്നോട്ട് വന്നത്? അത് നേരത്തെ ഏത് കുട്ടിക്കും മനസ്സിലാകും. അവിടെ അങ്ങനെ SDPയുടെ വോട്ട് ഈ ന്യൂനപക്ഷങ്ങളിൽ നിന്ന് ഭിന്നിച്ച് മാറ്റിയാൽ അവിടെ BJPക്കാണ് സാധ്യത കൂടുതലെന്നുള്ള എല്ലാവർക്കും അതിനകത്തൊരു ഡ്രാമ ഉണ്ടെന്നല്ല. അവസാന നിമിഷം അത് ഇന്നലെ തന്നെ വ്യക്തമായിരുന്നു ഏതാണ്ട് ഈ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കപ്പെടും എന്നുള്ളത്. അത് സ്റ്റേറ്റ് വൈഡ് നേരത്തെ തന്നെ UDFനെതിരെയുള്ള ആരോപണമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു ധാരണ എന്തായാലും UDF അവസാനം പിൻവലിക്കാൻ പറയുകയാണെങ്കിൽ കുറെ നേതാക്കൾ അങ്ങ് തിഹാർ ജയിലിൽ കിടക്കുന്നുണ്ട്. അവർ പുറത്തിറങ്ങിയിട്ട് കുറെ കാലമായി. അങ്ങനെ വേണമെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ട് അതിന്റെ അവർക്കെതിരെ വലിയ കുറ്റങ്ങൾ ചുമത്തി അവരവിടെ ജാമ്യം പോലും ഇല്ലാതെ കിടക്കുകയാണ്. അതിനകത്ത് ഇപ്പം അവിടുത്തെ ഇപ്പം രാജ്യം സൂചിപ്പിച്ച സെൻട്രൽ ഗവൺമെന്റിനെ ആയിരിക്കും. അപ്പോൾ NIA-യുടെ കേസിലാണ് അവർ ജയിലിൽ കിടക്കുന്നത്. അപ്പോൾ അവരെ മോചിപ്പിക്കേണ്ടതും ജാമ്യം കൊടുക്കേണ്ടതുമായ കാര്യങ്ങളൊക്കെ കോടതിയിലാണ് വരേണ്ടത്. അതേതെങ്കിലും തെരഞ്ഞെടുപ്പ് ഡീലിന്റെ അടിസ്ഥാനത്തിലോ അങ്ങനെ ഡീലിന് വഴങ്ങുന്ന ഒരു പാർട്ടിയാണോ SDPI? അവർക്ക് വളരെ കൃത്യമായ ഒരു സ്ട്രാറ്റജി ഉണ്ട്. സ്ട്രാറ്റജിക് വോട്ടിങ്ങിന്റെ അത് അവരെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. അവർക്കിപ്പോൾ ഞാൻ ഉദാഹരണം പറയാണ്. ഇപ്പം നേമത്ത് SDPIക്ക് കുറേ പ്രവർത്തകരുണ്ട്. അവിടെ ലീഗും ഉണ്ട്, SDP ഉണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ അവർ ജയിക്കാൻ സാധ്യതയുള്ള BJP ജയിക്കും എന്നുള്ളൊരു മണ്ഡലത്തിൽ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിക്ക് അവർ വോട്ട് ചെയ്യുള്ളൂ. അവരുടെ വോട്ട് LDFനും UDFനായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോവില്ല. അങ്ങനത്തെ ഒരു സ്ട്രാറ്റജിക് വോട്ടിംഗ് അവർ ഓരോ മണ്ഡലത്തിലും ഒരു പക്ഷേ പരീക്ഷിച്ചെന്ന് വരും. അതൊരു ഡീലിൻ്റെ ഭാഗമല്ല. അത് എൻ്റെ അഭിപ്രായത്തിൽ അവരുടെ ലാർജർ ആയ ലക്ഷ്യം എന്നത് BJPയെ പരാജയപ്പെടുത്തുക, BJP ജയിക്കാതിരിക്കുക എന്ന് തന്നെയാണ്. അത് ഈ പ്രാദേശിക വിഷയത്തിന്റെ പേരിൽ BJP ജയിച്ചോട്ടെ എന്ന് വയ്ക്കുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, ഇപ്പൊ ഏതായാലും BJP അവിടെ ഒരു ജയമുണ്ടാകുമെന്ന വലിയ ആത്മവിശ്വാസത്തിലാണെങ്കിലും ഭയങ്കരമായിട്ട് അത് വലിയ പുറത്ത് പ്രകടിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു രീതിയിലല്ല പ്രചരണം പരിപാടികൾ പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനു മുൻപും BJP അവിടെ സ്വീകരിച്ചിരിക്കുന്ന ഒരു തന്ത്രമാണ്. അത് BJP ജയിക്കാൻ പോകുന്നു എന്നൊരു ഇംപ്രഷൻ BJP ജയിച്ച എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ തന്നെ. നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷൻ എടുത്താലും സ്ട്രാറ്റജി അത് തന്നെയാണ്. നമ്മൾ അതിനു മുമ്പ് BJP വലിയ രീതിയിൽ ഇവിടെ മുന്നേറ്റം നടത്തുന്നു എന്നൊരു ഫീല് നേതാക്കൾ ആരും പുറത്തേക്ക് കൊടുത്തിട്ടില്ല. പ്രത്യേകിച്ചും അത് ഈ ന്യൂനപക്ഷങ്ങൾക്ക് കൂടുതൽ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ അത് അങ്ങനെ ചെയ്യും. ആര്യ, ഈ
വയനാട് ദുരിതാശ്വാസത്തിന് വേണ്ടിയിട്ട് പിരിച്ച പണം സംബന്ധിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ ഒരു ആശയ സംവാദം നടന്നുകൊണ്ടിരിക്കുന്നു. അത് സംബന്ധിച്ച് പുതിയ കാര്യങ്ങൾ എന്താ? ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം വയനാട് ദുരന്തവും അത് കഴിഞ്ഞ് സർക്കാർ എന്ത് നടപടിയെടുത്തു, പ്രതിപക്ഷം എന്ത് നടപടിയെടുത്തു എന്നുള്ളതാണ് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നു. ഒരു പ്രതിസന്ധി കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ഒരു ദുരന്ത മുഖത്ത് നിൽക്കുമ്പോഴാണ് ഒരു ഭരണകൂടം എന്ത് ചെയ്തു, അവരെ ജനപ്രതിനിധികളായി തെരഞ്ഞെടുത്ത മനുഷ്യർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ്. അവിടെ വയനാട് ദുരന്തം കഴിഞ്ഞു, ആദ്യ ബാച്ച് വീടുകൾ സർക്കാർ നൽകി. ഇതേപോലെ തന്നെ കോൺഗ്രസും UDFും മുസ്ലിം ലീഗും പല സന്നദ്ധ സംഘടനകളും ഇതുപോലെ പല പ്രഖ്യാപനങ്ങളും നടത്തിയിരുന്നു. മുസ്ലിം ലീഗും വീട് കൊടുത്തു. ഈ കഴിഞ്ഞ ഫെബ്രുവരി 26, ഇന്ന് ഒരു 26, കൃത്യം ഒരു മാസം മുൻപാണ് വലിയ കൊട്ടിഘോഷിച്ച് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ കേരളത്തിൽ വന്ന് ആ തറക്കല്ലിട്ടത്. ഇന്നലെ ഞാൻ നമ്മുടെ വയനാട് റിപ്പോർട്ടറായി M കമലിനെ വിളിച്ചു ചോദിച്ചു, കോൺഗ്രസിന്റെ വീടുകൾ എന്തായി എന്ന്. അതൊരു കാപ്പിത്തോട്ടമായിരുന്നു കോൺഗ്രസ് എടുത്ത ആ ഭൂമി. ആ കാപ്പിച്ചെടികൾ അവിടെ നിന്ന് മുറിച്ചു കളഞ്ഞു. ശിലാസ്ഥാപനത്തിന് വേണ്ടി സ്ഥാപിച്ച കല്ല് പോലും, അത് മാധ്യമപ്രവർത്തകർ ഷൂട്ട് ചെയ്യുന്നുള്ളത്, അതുപോലും എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഒരു കല്ല്, ഒരു കുറ്റി പോലും അവിടെ അടിച്ചിട്ടില്ല. ഭൂമിയുടെ ലൈസൻസും പെർമിറ്റും അതും രജിസ്ട്രേഷൻ നടപടികളും പൂർത്തിയായിട്ടില്ല. ഒരു മാസം കഴിഞ്ഞു, അതിൻ്റെ ഒരു പണി പോലും. ഇപ്പം വീടുകൾ ഉയർത്തുകയല്ല ആദ്യം, അതിൻ്റെ മുമ്പ് വേർതിരിക്കേണ്ടതുണ്ട്. എവിടെയാണ് കിണർ വരേണ്ടത്, ഇവിടെ എന്താണ് ഡ്രെയിനേജ് സംവിധാനം, അങ്ങനെയുള്ള കാര്യം അതുപോലും അവിടെ തുടങ്ങിയിട്ടില്ല. അതാണ് ആ വിഷയമാണ് മുഖ്യമന്ത്രി കൊണ്ടുവരുന്നത്. അവിടെയാണ് കണക്കുകൾ കൂടി വരുന്നത്. 100 വീടുകൾ നിർമ്മിച്ച് നൽകുമെന്ന് പറഞ്ഞ് AICC ഒരു ആപ്പ് എല്ലാ മൊബൈൽ ഫോണിലും ലഭ്യമാകുന്ന ഒരു ആപ്പ് അതുണ്ട്, പുറത്തിറക്കിയിരുന്നു. ഇപ്പോൾ ആ ആപ്പ് ലഭ്യമല്ല, നമുക്ക് ഡൗൺലോഡ് ചെയ്താൽ നോക്കിയാൽ കിട്ടില്ല. അപ്പം എത്ര കോടി രൂപ അല്ലെങ്കിൽ എത്ര പണമാണ് നിങ്ങൾ പിരിച്ചത്, ആ പണം നിങ്ങൾ എന്തിനു ഉപയോഗിച്ചു, ഈ ചോദ്യത്തിന് ഇതുവരെ കൃത്യമായി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു പ്ലാറ്റ്ഫോമിൽ, ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും ഉത്തരമില്ല. ഇപ്പം മുഖ്യമന്ത്രി അത് ഒരു പടി കൂടി കടന്ന് ഇപ്പം നാമനിർദ്ദേശ പത്രികയുമായി ബന്ധപ്പെട്ട് എല്ലാവരും അവരുടെ ബാങ്ക് ബാലൻസ് സത്യവാങ്മൂലത്തിൽ നൽകിയിട്ടുണ്ട്. VD സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കോൺഗ്രസ് പിരിച്ച അല്ലെങ്കിൽ UDF പിരിച്ച പണങ്ങൾ KPCC അധ്യക്ഷൻ, അതായത് സണ്ണി ജോസഫിന്റെയും എന്റെയും ഒരു സംയുക്ത, ഒരു ജോയിന്റ് അക്കൗണ്ടിലാണ് വന്നിട്ടുള്ളത്. അതിന്റെ സണ്ണി ജോസഫിന്റെയും VD സതീശന്റെയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച സത്യവാങ്മൂലത്തിലെ കണക്കുകൾ, ആ എമൗണ്ട് നോക്കുമ്പോൾ ആ പൈസ ഇല്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത്. കാണിച്ചിട്ട് ആ സ്റ്റേറ്റ്മെന്റിലില്ല. അപ്പോൾ ആ പൈസ ഇവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതേ ചോദ്യം യൂത്ത് കോൺഗ്രസിനോടും ഉണ്ട്. യൂത്ത് കോൺഗ്രസിനോട് ചോദിക്കുമ്പോൾ 30 വീടുകൾ അവർ പറഞ്ഞു, അതിന്റെ പേരിൽ അവരും പല രീതിയിൽ പണം പിരിച്ചു. ഒരു ഭാഗത്ത് ഇത് സാധാരണ ഒരു സർക്കാർ എന്ത് ചെയ്തു എന്നുള്ള ഓഡിറ്റാണ് ഓരോ തെരഞ്ഞെടുപ്പിലും. സർക്കാർ പ്രകടന പത്രികയിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു, അതാണ് ഓഡിറ്റ് ചെയ്യപ്പെടാറുള്ളത്. ഇവിടെ പ്രതിപക്ഷം കൊടുത്തൊരു വാഗ്ദാനം പാലിക്കപ്പെടുന്നില്ല. അതാണ് ശരിക്കും ചർച്ചയാവേണ്ടത്. നമ്മളെല്ലാവരും വയനാട് ദുരന്തത്തിന് വേണ്ടി നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്ത ഒരു സംഭവമാണ്. ജെൻസി വോട്ടർമാർക്ക് കോലിബിയെക്കാളും CJPയെക്കാളും അവർ അറിഞ്ഞൊരു വിഷയത്തിൽ അവർ നോക്കുമ്പോൾ സർക്കാർ ഈ താങ്ങായി തണലായി അവിടെ നിന്നിട്ടുണ്ട്. പക്ഷേ പ്രതിപക്ഷം പറഞ്ഞ വാക്ക് ഇതുവരെ പ്രതിപക്ഷത്തിന് പാലിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന യാഥാർത്ഥ്യമാണ്. അത് ചർച്ചയാവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരു അജണ്ട സെറ്റ് ചെയ്യുന്ന ഒരു സമ്പ്രദായമുണ്ട്. പ്രധാനപ്പെട്ട EMS ഒക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അജണ്ട അദ്ദേഹം തന്നെ നിശ്ചയിക്കും. അങ്ങനെ പല തെരഞ്ഞെടുപ്പുകളിലും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം UDF അതിനകത്ത് ഡീൽ ആരോപണമായിട്ട് മുന്നോട്ട് വന്നാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് ആ ചർച്ച നിന്നിട്ട് ഇന്നിപ്പോൾ പിന്നെ പ്രതിപക്ഷ നേതാവ് തന്നെ വീണ്ടും ശബരിമലയിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കാണുന്നത്. അതെ. അപ്പോൾ ശബരിമല ഈ പ്രശ്നം, ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രശ്നം, ശബരിമല യുവതി പ്രവേശത്തിലെ സർക്കാർ നിലപാട്, ദേവസ്വം ബോർഡ് നിലപാട്, ഈ വിഷയങ്ങൾ വീണ്ടും സജീവമാക്കാനും ചർച്ച ചെയ്യാനും വേണ്ടിയാണ് ഇപ്പോൾ പ്രതിപക്ഷം. അതെന്തുകൊണ്ടായിരിക്കും ഈ ഡീൽ എന്ന് പറയുന്നത് ഒരു പരിധിയിൽ കവിഞ്ഞ് കൂടിപ്പോയി, അത് ജനങ്ങളെ അധികം അവരെ സ്പർശിക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണോ ഇങ്ങനെ? അത് നേരത്തെ ഇവിടെ ആര്യ പറഞ്ഞതുപോലെ അത് സാധാരണ ജനങ്ങളെ കൂടുതലായി ബാധിക്കുന്ന വിഷയമല്ല. അവർക്ക് അത് കൂടുതലായി താല്പര്യമുള്ള വിഷയമല്ല. കാരണം അത് എല്ലാ തെരഞ്ഞെടുപ്പിലും മുഴങ്ങി കേൾക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ്, അതിനൊരു കൃത്യമായ തെളിവില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു വളരെ ഷാലോ ആയിട്ടുള്ള ഒരു ആരോപണം മാത്രമായിട്ട് ആൾക്കാർക്ക് തോന്നുകയുള്ളൂ. അതുകൊണ്ട് കുറച്ചുകൂടി ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ഏതാണ്ട് അവസാന റൗണ്ടിലേക്ക് എത്തി. അടുത്തപ്പം നാമനിർദ്ദേശ പത്രിക സമർപ്പണം കഴിഞ്ഞു, ഇനിയിപ്പോൾ സ്ഥാനാർത്ഥി പര്യടനം തുടങ്ങുകയാണ്. അപ്പോൾ അടുത്ത റൗണ്ട് തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിലേക്ക് മാറുകയാണ്. അതാണ് LDFനെ നയിക്കുന്ന മുഖ്യമന്ത്രിയും UDFനെ നയിക്കുന്ന പ്രതിപക്ഷ നേതാവും ഈ രണ്ട് വിഷയങ്ങളുമായിട്ട് വന്നിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി തന്നെയാണ് ഈ കണക്ക് ഇപ്പോൾ മുഖ്യമന്ത്രി ഉന്നയിക്കുന്നത്.
അപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാർ എന്തു ചെയ്തു എന്നതിനൊപ്പം തന്നെ പ്രതിപക്ഷം വാഗ്ദാനം ചെയ്ത വിഷയത്തിൽ പ്രതിപക്ഷം എന്തു ചെയ്തു എന്ന വിഷയം വളരെ സജീവമായി അവർ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിനകത്ത് മുഖ്യമന്ത്രി ഒരു കാര്യം പറയുന്നുണ്ട്, ഇത്തരം ഒരു പദ്ധതി ആവിഷ്കരിച്ച് അത് വിഭാവനം ചെയ്ത് മര്യാദയ്ക്ക് നടപ്പാക്കാൻ പറ്റാത്ത ഒരു പ്രതിപക്ഷം, ഒരു മുന്നണി എങ്ങനെയാണ് സംസ്ഥാനം ഭരിക്കുക എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അതിനകത്ത് ക്ലബ്ബ് ഭരണത്തിന് പോലും കഴിയുമോ എന്നുള്ളതാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. ആനന്ദൻ ഈ ശബരിമല പ്രശ്നം വളരെ എക്സ്റ്റൻസീവായിട്ട് റിപ്പോർട്ട് ചെയ്ത ഒരാളാണ്. ഇപ്പോൾ വീണ്ടും ഈ ഡീൽ പ്രശ്നത്തിന് ശേഷം ശബരിമല പ്രശ്നത്തെ വീണ്ടും കൊണ്ടുവരുമ്പോൾ ശരിക്കും പ്രതിപക്ഷത്തിന് UDF-ന് അതിൽ നിന്നൊരു ഒരു അഡ്വാൻറ്റേജ് ഇനി കിട്ടാനുണ്ടോ? ശബരിമല ശരിക്കും പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ രംഗം ശബരിമലയാണ്. മാത്രമല്ല പോറ്റി കേറ്റി എന്നുള്ള പാട്ട് അത് തെരഞ്ഞെടുപ്പിന് ശേഷം അവരുടെ വിജയാഹ്ലാദത്തിന് വേണ്ടി UDF അത് ഉപയോഗിക്കുകയും അത് ഇടതുമുന്നണിയും സർക്കാരിനെയും ഒക്കെ പ്രകോപിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട് കേസെടുക്കുകയും നിയമ നടപടികളിലേക്കൊക്കെ പോയി. എനിക്ക് തോന്നുന്നത് ഇത് ഒരു പ്രധാനപ്പെട്ട ആയുധമായിട്ട് UDF ശബരിമല മാറ്റിവെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. കാരണം ഇന്നാണ് VD സതീശൻ അതൊരു തെരഞ്ഞെടുപ്പ് ഇഷ്യൂ ആയിട്ട് ഉന്നയിക്കുന്നത്. അത് കൊള്ളക്കാരാണ് ഈ സർക്കാർ എന്നുള്ള ഒരു പ്രധാന ആരോപണം ഈ ശബരിമലയുമായി ബന്ധപ്പെടുത്തിയാണ് ഉന്നയിക്കുന്നത്. ഇന്നിപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് UDF-ന് വളരെ ആശ്വാസം നൽകുന്ന ഒരു നടപടി കോടതിയിൽ ഉണ്ടാവുകയും ചെയ്തു. അവർ ഏറ്റവും പ്രതിരോധത്തിലായത് കൊടിമരവുമായി ബന്ധപ്പെട്ട് UDF-ന്റെ കാലത്ത് കോൺഗ്രസ് നേതാക്കൾ ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്ന കാലത്ത് സ്വർണ്ണക്കൊള്ള നടന്നു എന്നുള്ള ആരോപണം, അതുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തിയ വിജിലൻസ് അന്വേഷണവുമാണ്. അപ്പോൾ ആ വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ അഴിമതിയില്ല എന്നുള്ളതാണ്. അതിൻ്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ നിന്ന് സമർപ്പിച്ചു. അതോടുകൂടി ഒരു ജീവശ്വാസം കിട്ടി. ഇനി ധൈര്യമായിട്ട് ശബരിമല എടുത്ത് ഈ പ്രചരണം കൊഴുപ്പിക്കാം എന്നുള്ള ഒരു ആശ്വാസം UDF-നുണ്ടെന്ന് തോന്നുന്നു. മാത്രമല്ല ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മളടക്കം വാർത്ത കൊടുത്തിരുന്നു. ഈ വിജിലൻസ് അന്വേഷണത്തിൽ UDF-നെ അല്ലെങ്കിൽ അഴിമതിയില്ല എന്നുള്ള കണ്ടെത്തലിലേക്കാണ് വരുന്നതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇന്ന് പ്രതിപക്ഷ നേതാവ് ആ ഇഷ്യൂ എടുത്ത് പ്രയോഗിച്ചത്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു വലിയ ആയുധമായിട്ട് ഈ ശബരിമല ഇനി ഉന്നയിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം, കാരണം ജനങ്ങൾ അതിനകത്ത് മൊത്തത്തിൽ അന്വേഷണത്തിലൊക്കെ മടുത്ത അവസ്ഥയാണ്. കാരണം അവർ ഇതിനകത്ത് കോടതിയും ഒരു ഭാഗഭാഗമാണ്. കാരണം കോടതി അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇത് വലിയ അന്താരാഷ്ട്ര കൊള്ളക്കാരൊക്കെ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്, ഇത് ആൻറ്റി കച്ചവടമാണ്, അതെ അതെല്ലാം അന്വേഷണത്തിൻ്റെ ലാസ്റ്റ് ഫേസിലേക്ക് വരുമ്പോൾ അവരാരുമില്ല. മാത്രമല്ല ഇതിനകത്ത് ബിഗ് ഷോട്ട്സ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. ദേവസ്വം മന്ത്രി ചിലപ്പോൾ ഇതിനകത്ത് പ്രതിയായി ഇനി ആര് പത്മകുമാർ കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ചോദ്യം ഇനി ആര് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ വെച്ച് എന്തോ ഒരു ഡീല് നടന്നതായിട്ടും ഒന്നുകിൽ സർക്കാർ തലത്തിൽ അതല്ലെങ്കിൽ മറ്റ് പ്രതിപക്ഷ നേതാക്കളെ കുറിച്ച് ഇപ്പം അടൂർ പ്രകാശ് അടക്കമുള്ള ഒരു ആരോപണ സ്ഥാനത്തേക്ക് വന്നു. അപ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളൊക്കെ വന്നപ്പോഴത്തേക്ക് മൊത്തത്തിൽ ഇതിനകത്തൊരു ഒത്തുതീർപ്പ് ഉണ്ടായോ എന്നൊക്കെയുള്ളൊരു സംശയം ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ശബരിമലയിൽ ഒരു പ്രത്യേക ഒരു അത് അതെ അതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു എന്നുള്ളത് അതിന്റെ പക്ഷേ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അവസാനമായിട്ട് ഇനിയിപ്പോ അടുത്ത വിഷയത്തിലേക്ക് UDF പോകേണ്ടി വരും. അപ്പൊ ഡീല് ഏതാണ്ട് അവസാനിപ്പിച്ചു എന്ന് തോന്നുന്നു. അപ്പോഴാണ് പ്രതിപക്ഷം മറുപടി അപ്പോൾ ശബരിമലയിലേക്ക് കടന്നു. ശബരിമലയും ഒരു പക്ഷേ പ്രത്യേകിച്ചും ഈ ശബരിമല യുവതി പ്രവേശനം സംബന്ധിച്ചൊക്കെ സർക്കാർ അവരുടെ നിലപാട് മാറ്റുകയും ഒക്കെ ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ശബരിമലയിൽ ഒരുപാട് UDF പിടിച്ചു നിൽക്കാൻ സാധ്യതയുണ്ടോ അതോ പുതിയ വിഷയം തേടി? അല്ല, വിഷയത്തിൽ പ്രശ്നമുണ്ട്. കാരണം എന്താ പറയുക, ഈ 2 ദിവസം കഴിഞ്ഞ മാതൃഭൂമിയിൽ വന്ന 2 പ്രതികരണങ്ങൾ മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും, അതിൽ മുഖ്യമന്ത്രി ഊന്നിയിരിക്കുന്നത് വയനാട് പുനരധിവാസത്തിലാണ്. അവിടെ പിരിച്ച കണക്ക് അദ്ദേഹം തന്നെ ഒരു കണക്കെടുക്കുകയാണ്. AICCയുടെ ബാലൻസ് ഷീറ്റ് 2024-2025 350 കോടി കാണുന്നു, 78 കോടി ഇപ്പോൾ ബാക്കിയുള്ളൂ. അതിൽ മറ്റിടങ്ങൾക്ക് അത് ബാക്കി PR-ന് ചെലവഴിച്ചു. 1 കോടി 1.74 കോടിയാണ് ബാക്കിയുള്ളത്. ഇതിലാണോ നിങ്ങൾ വയനാട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അല്ലെങ്കിൽ മറ്റു കണക്ക് എവിടെ? ഈ കണക്കിന് ഈ ചോദ്യത്തിന് പ്രതിപക്ഷ നേതാവ് ഉത്തരം നൽകുന്നില്ല. അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ഭൂമി വാങ്ങിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഉത്തരവില്ലാത്ത ചോദ്യം അവിടെയുണ്ട്, അത് ഭരണപക്ഷം ഉന്നയിക്കും. പക്ഷേ അതിന് മറുപടിയായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ലേഖനത്തിലെ ഏറ്റവും ഊന്നൽ ഈ വിഷയത്തിനല്ല, സ്വർണ്ണക്കൊള്ളയ്ക്കാണ്. അതുകൊണ്ട് സ്വർണ്ണക്കൊള്ള തന്നെയാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ എത്ര നാൾ ഓടുമെന്നത് പ്രശ്നമാണ്. ഉന്നയിച്ച ഈ വയനാടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ മുഴുവൻ കണക്കാണ്. ഇത് സാധാരണക്കാർക്ക് ഒരു പക്ഷേ മനസ്സിലാകാൻ സാധ്യത കുറവാണ്. പക്ഷേ സർക്കാർ ഉണ്ടാക്കിയ വീടുകൾ കാണാനുണ്ട്. അത് മാത്രമല്ല എന്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്, പ്രളയകാലത്ത് എം മാസം KPCC പ്രസിഡന്റ് പറഞ്ഞ 1000 വീടുകൾ എവിടെ എന്നുള്ള ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. ഏതായാലും വിഷയങ്ങൾ പുതിയത് സജീവമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ വോട്ടെടുപ്പിന് ബാക്കിയുള്ളൂ. രാഷ്ട്രീയം അത് ചൂട് പിടിച്ച് തുടരുകയാണ്. രാഷ്ട്രീയ വൃത്തം കാണാം വീണ്ടും നാളെ.